ഹലോ ഗൈസ്, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമുക്ക് പൊതുവായിട്ട് എല്ലാ ക്ലാസ്സിലേക്കും വേണ്ട ഒരു കാര്യം, സ്കൂളിലായാലും സ്ക്വയേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കുക, സ്ക്വയേഴ്സ് ആൻഡ് സ്ക്വയർ റൂട്ട്സ്. സ്ക്വയേഴ്സ് അല്ലെങ്കിൽ മലയാളത്തിൽ വർഗം എന്ന് പറയും. എല്ലാ ക്ലാസ്സിനും പൊതുവെ വേണ്ടതാണ് സ്ക്വയേഴ്സ്. ഇത് ശ്രദ്ധിച്ച് പഠിച്ചാല് വളരെ സ്പീഡിൽ നമുക്ക് സ്ക്വയർ കണ്ടുപിടിക്കാൻ, വർഗം കണ്ടുപിടിക്കുന്നതിന്, സ്ക്വയർ കണ്ടുപിടിക്കുന്നതിന് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്ന സമയമൊന്നും പാഴാകത്തില്ല. ഫാസ്റ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പരീക്ഷാ ഹോളിലാണെങ്കിൽ ഇത് മനസ്സിലാക്കിയിരുന്നാൽ പെട്ടെന്ന് നമുക്ക് ഇതിന്റെ സ്ക്വയർ എത്ര അല്ലെ സ്ക്വയർ റൂട്ട് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും. ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ 2 മുതൽ 9 വരെ 10 വരെ ഉള്ളത് എല്ലാവർക്കും അറിയാമെന്ന്. 2 സ്ക്വയർ 4, 3 സ്ക്വയർ 9, 4 സ്ക്വയർ 16, 5 സ്ക്വയർ 25, 6 സ്ക്വയർ 36, 7 സ്ക്വയർ 49, 8 സ്ക്വയർ 64, 9 സ്ക്വയർ 81. ഇത് പൊതുവെ എല്ലാവർക്കും ടേബിൾ നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുന്നതാണ്, ടേബിള് പഠിക്കുന്നതാണ്, അതറിയാവുന്നതാണ്. ഇനി അടുത്തത് രണ്ടക്ക സംഖ്യകൾ. 10ന്റെ അറിയാം, 10ന്റെ സ്ക്വയർ 10 × 10 100, 10 times are 100. അതുവരെയുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഗുണനപ്പട്ടിക മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പഠിക്കുമ്പോൾ പഠിക്കുന്നതാണ്. ഇനി ഒരു രണ്ടക്ക സംഖ്യകളുടെ നമുക്ക് നോക്കാം. 11 സ്ക്വയർ എന്ന് പറഞ്ഞാല് ആദ്യം ഈ 1ന്റെ സ്ക്വയർ എഴുതും, പിന്നെ ആദ്യം ഇതിന്റെ സ്ക്വയർ എഴുതും, പിന്നെ ഇതിന്റെ സ്ക്വയർ എഴുതും. അപ്പൊ ഇടയ്ക്ക് ഒരു 3 ഡിജിറ്റ് നമ്പർ ആണ് വരുന്നത്, 3 അക്ക സംഖ്യയാണ് ഇതിന്റെ സ്ക്വയർ വരുന്നത്. അതുകൊണ്ട് ഇടയ്ക്ക് ഒരു 0 ഇട്ട് കൊടുക്കും. പിന്നെ ഇത് 2ഉം 1ഉം കൂടി ഇൻഡ് ചെയ്തിട്ട് 2 1s are 2, 2ഉം 1ഉം കൂടി ഇൻഡ് ചെയ്യുമ്പോൾ 2. ഈ ഒറ്റയുടെ സ്ഥാനം വിട്ടിട്ട് 1s പ്ലേസ് വിട്ടിട്ട് എഴുതുക. എന്നിട്ട് ഇത് ആഡ് ചെയ്യുക. 1 2 1. അതായത് 11ന്റെ സ്ക്വയർ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അല്ലെ 11 × 11 നമ്മൾ ഇൻറ്റു ചെയ്യാൻ പോണം. അടുത്ത നമുക്ക് അതുപോലെ നോക്കാമല്ലോ. 12ന്റെ സ്ക്വയർ. 12ന്റെ സ്ക്വയർ ആദ്യം 2ന്റെ സ്ക്വയർ എഴുതുക, പിന്നെ 1ന്റെ എഴുതുക. 2ന്റെ സ്ക്വയർ 2 × 2, പിന്നെ ഇടയ്ക്ക് ഒരു 0 കൊടുക്കുക. അതൊരു 3 ഡിജിറ്റ് നമ്പർ ആണ് ഇതിന്റെ സ്ക്വയർ വരുന്നത്. 10 സ്ക്വയർ 100 ആണല്ലേ. അപ്പൊ അത് മുതൽ ഇങ്ങോട്ട് 3 ഡിജിറ്റ് നമ്പർ വരുന്നത്. അതിന് 0 കൊടുത്തിട്ട് ഇനി ഇത് 3ഉം കൂടെ 2ഉം 2ഉം 1ഉം കൂടെ, അതായത് 4. അത് 1 ഡിജിറ്റ് വിട്ടിട്ട് ഇതിന്റെ താഴെ എഴുതിയിട്ട് രണ്ടും കൂടെ ആഡ് ചെയ്യുക. അതായത് 144, 144. നമ്മൾ 12 × 12 ഇൻറ്റു ചെയ്യാതെ തന്നെ പെട്ടെന്ന് സെക്കൻഡുകൾക്കുള്ളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ലേ. അടുത്തത് 13 സ്ക്വയർ. 13 സ്ക്വയർ നമ്മൾ എങ്ങനെ പറഞ്ഞു നോക്കാമല്ലോ. 13 സ്ക്വയർ എന്ന് പറയുമ്പോൾ ആദ്യം 3യുടെ എഴുതുക, പിന്നെ 1ന്റെ സ്ക്വയർ എഴുതുക, ഇടയ്ക്ക് ഒരു 0 ഇട്ട് കൊടുക്കുക. 3 ഡിജിറ്റ് നമ്പർ ആണ്, 3 അക്ക സംഖ്യയാണ്. ഇനി ഇത് 3ഉം കൂടി ഇൻറ്റു ചെയ്യുക, 2ഉം 3ഉം 1ഉം. അതായത് എന്നിട്ട് ഒറ്റയുടെ സ്ഥാനം വിട്ടിട്ട് 1s പ്ലേസ് വിട്ടിട്ട് നേരെ താഴെ എഴുതിയിട്ട് അത് ആഡ് ചെയ്യുക. അപ്പോൾ ആയി 13ന്റെ സ്ക്വയർ ആയി 116. ഇനി 14 സ്ക്വയർ നോക്കാലോ. അതുപോലെ ഏത് സംഖ്യ വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. 14 സ്ക്വയർ. 14 സ്ക്വയർ ചെയ്യാൻ എന്ത് വേണം? 4ന്റെ സ്ക്വയർ എഴുതുക ആദ്യം, എന്നിട്ട് 16, 1ന്റെ സ്ക്വയർ 1. ഇത് 3 ഡിജിറ്റ് ആയതുകൊണ്ട് 0 ഇട്ട് കൊടുക്കണ്ട. 2ഉം 4ഉം 2ഉം 1ഉം കൂടി ഇൻറ്റു ചെയ്യുക. 2ഉം 4ഉം 1ഉം, അതായത് 8. ഇത് എന്നിട്ട് ആഡ് ചെയ്യുക. 1s പ്ലേസ് വിട്ടിട്ട് അതിന്റെ തൊട്ട് താഴെ ഇട്ടിട്ട് ആഡ് ചെയ്യുക. അതായത് 196. അങ്ങനെ ഏത് വേണേലും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. 31ന്റെ സ്ക്വയർ നോക്കാലോ. 31ന്റെ സ്ക്വയർ 30 നമുക്കറിയാം. 30 × 30, 3 × 3 9, 0 × 0, 2 0 കൊടുക്കുക. 30ന്റെ സ്ക്വയർ അറിയാം, അത് എളുപ്പമാണ്. 30 × 30, അതായത് 9ഉം 2 0. 31ന്റെ സ്ക്വയർ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം എളുപ്പത്തില്? ഈസി കാൽക്കുലേഷൻ. 1ന്റെ സ്ക്വയർ എഴുതുക,
ഇതിന്റെ സ്ക്വയർ എഴുതുക, ഇതിന്റെ സ്ക്വയർ എഴുതുക. 3 ആയിട്ട് അതിനെ ഒരു 0 ഇട്ട് കൊടുക്കുക. ഇത് 3 കൂടെ ഇൻറ്റു 2ഉം 1ഉം 3ഉം കൂടെ. അതായത് എന്നിട്ട് വൺസ് പ്ലേസ് വിട്ടിട്ട് നേരെ ഈ ഒരു സംഖ്യ വിട്ടിട്ട് നേരെ താഴെ എഴുതിയിട്ട് ആഡ് ചെയ്യുക. ആൻസർ പെട്ടെന്ന് കിട്ടിക്കഴിഞ്ഞു സെക്കൻഡുകൾക്കുള്ളിൽ. 961. ഇപ്പോൾ റൂട്ട് ഓഫ് ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്ന 961ന്റെ റൂട്ട് അത് കണ്ടുപിടിക്കാൻ നമുക്ക് ഈ 31ന്റെ 31 1 ones are 1 330 സ്ക്വയർ വരുമ്പോൾ 900 ആണെന്നറിയാം. അപ്പൊ അത് കഴിഞ്ഞുള്ള സംഖ്യ ആണെന്നറിയാം, 900 കഴിഞ്ഞുള്ള. അപ്പൊ 31ന്റെ ആണെന്ന് നോക്കാൻ എന്ത് ചെയ്താൽ മതി, ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ മതി. 961. 25ന്റെ സ്ക്വയർ നോക്കാലോ. 25 സ്ക്വയർ. 25ന്റെ സ്ക്വയർ ചെയ്യാൻ എന്ത് ചെയ്യണം, ആദ്യം 5ന്റെ എഴുതുക, പിന്നെ 2ന്റെ എഴുതുക, ഇത് 3ഉം കൂടെ വൺസ് പ്ലേസ് വിട്ടിട്ട് എഴുതുക, എന്നിട്ട് ആഡ് ചെയ്യുക. 625 30 25ന്റെ സ്ക്വയർ 625. നെക്സ്റ്റ് 19ന്റെ സ്ക്വയർ നോക്കാമല്ലോ. 19ന്റെ സ്ക്വയറിന് എന്ത് ചെയ്യണം, ഫസ്റ്റ് 9ന്റെ സ്ക്വയർ എഴുതുക, പിന്നെ 1ന്റെ സ്ക്വയർ എഴുതുക, പിന്നെ ഇത് 3ഉം കൂടെ ഇൻറ്റു ചെയ്യുക. 2ഉം 9ഉം 1ഉം കൂടെ, അതായത് 18. ഈ വൺസ് പ്ലേസ് വിട്ടിട്ട് എഴുതുക, എന്നിട്ട് സിംപ്ലി ആഡ് ചെയ്യുക. 361. സെക്കൻഡുകൾക്കുള്ളിൽ നമുക്ക് ഇതിന്റെ സ്ക്വയർ കണ്ടുപിടിക്കാം. 36ന്റെ സ്ക്വയർ നോക്കാലോ. 36ന്റെ സ്ക്വയറിന് എന്ത് ചെയ്യണം, 6ന്റെ എഴുതുക, 36 3ന്റെ എഴുതുക, പിന്നെ ഇത് 3ഉം കൂടെ 36 ഒറ്റയുടെ സംഖ്യ വൺസ് പ്ലേസ് വിട്ടിട്ട് എഴുതുക, എന്നിട്ട് ആഡ് ചെയ്യുക. ഇതാണ് 36ന്റെ സ്ക്വയർ. 24ന്റെ സ്ക്വയർ നോക്കാലോ. 24 × 24. ഈ 24 × 24 ചെയ്തു വരണമെങ്കിൽ കുറെ ടൈം പിടിക്കും. അതിന് നമ്മൾ ആദ്യം 4ന്റെ സ്ക്വയർ എഴുതുക, 16, പിന്നെ 2ന്റെ സ്ക്വയർ എഴുതുക, പിന്നെ ഇത് 3ഉം കൂടെ 2ഉം 4ഉം 2ഉം കൂടെ 16, എന്നിട്ട് വൺസ് പ്ലേസ് വിട്ടിട്ട് എഴുതുക, സിംപ്ലി ആഡ്. $576. Next 65ന്റെ സ്ക്വയർ നോക്കാലോ. 65ന്റെ അതിന് 5ന്റെ സ്ക്വയർ എഴുതുക, 25. 6ന്റെ സ്ക്വയർ എഴുതുക, 5ന്റെ എഴുതുക, 6ന്റെ എഴുതുക, 36. ആവശ്യമുണ്ടെങ്കിൽ ഇടയ്ക്ക് 0 ഇട്ട് കൊടുക്കണ്ടു. 5ഉം 2ഉം 10 6. ഇത് 3ഉം കൂടെ ഇൻറ്റു ചെയ്യുക, 60. എന്നിട്ട് ഇത് ആഡ് ചെയ്യുക, 5 2 36 25, എന്നിട്ട് 60 സ്പേസ് ചെയ്ത് 5 2. ഇതാണ് ഇതിന്റെ സ്ക്വയർ, 4225. ഒന്നുകൂടി ശ്രദ്ധിക്കുക, ഞാനൊന്നുകൂടി പറയാം. ഈ സ്ക്വയർ നമുക്ക് എളുപ്പ വഴിയിൽ എങ്ങനെ കണ്ടുപിടിക്കാം. 11ന്റെ സ്ക്വയർ കാണുന്നതിനായിട്ട് 11ന്റെ സ്ക്വയർ ആദ്യം മുതൽ വീണ്ടും പറയാം. സ്ക്വയർ എളുപ്പ വഴി സെക്കൻഡുകൾക്കുള്ളിൽ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് നമുക്ക് നോക്കാം. 22ന്റെ സ്ക്വയർ കാണണം. 22ന്റെ സ്ക്വയർ കാണണമെങ്കിൽ എന്ത് ചെയ്യണം, 22 സ്ക്വയർ 2ന്റെ സ്ക്വയർ എഴുതുക, 2ന്റെ സ്ക്വയർ എഴുതുക, ഇടയ്ക്ക് 0 കൊടുക്കുക, 3 ഡിജിറ്റ് നമ്പർ വരുമല്ലോ. ഇനി 2 2 2 വൺസ് പ്ലേസ് വിട്ടിട്ട് എഴുതുക, എന്നിട്ട് ആഡ് ചെയ്യുക. 22ന്റെ സ്ക്വയർ ആയി കഴിഞ്ഞ് 484. 22 × 22 ചെയ്യണമെങ്കിൽ കുറച്ച് കൂടുതൽ സമയം വേണം. അതായത് ആദ്യം 2ന്റെ സ്ക്വയർ എഴുതുക, പിന്നെ 2ന്റെ സ്ക്വയർ എഴുതുക 4,
ഈ 2ന്റെ സ്ക്വയർ എഴുതുക, ഇടയ്ക്ക് ഒരു 0 ഇടുക, പിന്നെ ഇത് 3 കൂടി ഇൻറ്റു 2 2 2 വൺസ് പ്ലേസ് വിട്ടിട്ട് കൊടുക്കുക, എന്നിട്ട് ആഡ് ചെയ്യുക, സിംപ്ലി ആഡ് 484. ഒന്നുകൂടി പറയാൻ, 22ന്റെ സ്ക്വയർ മെത്തേഡ് എല്ലാം ഒരുപോലെ തന്നെയാണ്. ആദ്യം 2ന്റെ സ്ക്വയർ എഴുതുക, പിന്നെ 2ന്റെ സ്ക്വയർ എഴുതുക, പിന്നെ ഇടയ്ക്ക് 0 ഇട്ട് കൊടുക്കുക, 3 ഡിജിറ്റ് വരുന്നുണ്ട്, പിന്നെ ഇത് 3 കൂടി ഇൻറ്റു ചെയ്തിട്ട് വൺസ് പ്ലേസ് വിട്ടിട്ട് എഴുതുക, എന്നിട്ട് സിംപ്ലി ആഡ് 484. 22ന്റെ സ്ക്വയർ കാണാൻ ആദ്യം 2ന്റെ സ്ക്വയർ ഇവിടെ എഴുതുക, 2ന്റെ സ്ക്വയർ, പിന്നെ നെക്സ്റ്റ് 2ന്റെ സ്ക്വയർ ഇവിടെ എഴുതുക, എന്നിട്ട് അതിന്റെ ഇടയ്ക്ക് 3 ഡിജിറ്റ് നമ്പർ വരുമല്ലോ അതിന്റെ സ്ക്വയർ, അതുകൊണ്ട് അതിന്റെ ഇടയ്ക്ക് ഒരു 0 കൊടുക്കുക, എന്നിട്ട് ഇത് 3 കൂടി ഇൻറ്റു ചെയ്യുക, 2 2 2 8 വൺസ് പ്ലേസ് വിട്ടിട്ട് എഴുതുക, എന്നിട്ട് സിംപ്ലി ആഡ്. നെക്സ്റ്റ് 35ന്റെ സ്ക്വയർ നോക്കാലോ. 35 ഇൻറ്റു 35, അതിനെന്ത് ചെയ്യണം, 5ന്റെ സ്ക്വയർ എഴുതണം ആദ്യം, 25, പിന്നെ 3യുടെ സ്ക്വയർ എഴുതണം, പിന്നെ ഇത് 3 കൂടി ഇൻറ്റു ചെയ്യണം, 2 5 are 10 3 30 വൺസ് പ്ലേസ് വിട്ടിട്ട് എഴുതണം, എന്നിട്ട് ആഡ് ചെയ്യുക, സിംപ്ലി ആഡ്. ആദ്യം 5ന്റെ സ്ക്വയർ എഴുതുക 25, പിന്നെ 3യുടെ സ്ക്വയർ എഴുതുക 9, പിന്നെ ഇത് 3 കൂടി ഇൻറ്റു ചെയ്യുക, 2 5 3 ഇൻറ്റു ചെയ്യുമ്പോൾ 2 5 are 10 3 30 വൺസ് പ്ലേസ് വിട്ടിട്ട് എഴുതുക, സിംപ്ലി ആഡ് ദാറ്റ് 1225. നെക്സ്റ്റ് 51ന്റെ സ്ക്വയർ നോക്കാലോ. 50ന്റെ സ്ക്വയർ അറിയാം നമുക്ക് എത്രയാണെന്ന്, 25 0 0. 51ന്റെ സ്ക്വയർ, ഫസ്റ്റ് 1ന്റെ സ്ക്വയർ എഴുതുക, 1ന്റെ സ്ക്വയർ എഴുതുക, പിന്നോ 25, പിന്നെ ഇടയ്ക്ക് 0 കൊടുക്കണം, 4 ഡിജിറ്റ് നമ്പർ വരുമല്ലോ, 50ന്റെ സ്ക്വയർ വരുമ്പോൾ 2500 4 ഡിജിറ്റ് വരും, അതുകൊണ്ട് 3 ഡിജിറ്റേ വരുന്നുള്ളൂ, അതുകൊണ്ട് 1ന്റെ സ്ക്വയർ ഇട്ടു, 5ന്റെ സ്ക്വയർ ഇട്ടു, പിന്നെ ഇത് 3 കൂടെ ആഡ് ചെയ്യുക, അതായത് അല്ല ഇത് 3 കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക, 2 5 1 10 വരും, എന്നിട്ട് വൺസ് പ്ലേസ് വിട്ടിട്ട് എഴുതിയിട്ട് ആഡ് ചെയ്യുക, 0 2601 2601. നെക്സ്റ്റ് 66ന്റെ സ്ക്വയർ നോക്കാലോ. 6ന്റെ സ്ക്വയർ എഴുതുക 36, 6ന്റെ സ്ക്വയർ എഴുതുക 36, ഇത് 72, എന്നിട്ട് ഇത് 3 കൂടി ഇൻറ്റു ചെയ്ത് ഇവിടെ എഴുതുക, 72 വൺസ് പ്ലേസ് വിട്ടിട്ട്. ഫോർട്ടി 47ന്റെ സ്ക്വയർ കാണാമല്ലോ. 47, ഫസ്റ്റ് 7ന്റെ സ്ക്വയർ എഴുതുക, പിന്നെ 4ന്റെ സ്ക്വയർ എഴുതുക, പിന്നെ ഇത് രണ്ടും കൂടെ, ഇത് 3 കൂടെ, 2 4 7 2 4 8 56, ഇത് വൺസ് പ്ലേസ് വിട്ടിട്ട് എഴുതുക, എന്നിട്ട് ആഡ് ചെയ്യുക. നെക്സ്റ്റ് 53യുടെ സ്ക്വയർ നോക്കാലോ. 3യുടെ സ്ക്വയർ എത്ര? 9. 5ന്റെ സ്ക്വയർ എത്ര? 25. 0 ഇട്ട് കൊടുക്കാം, എന്നിട്ട് ഇത് 3 കൂടി ഇൻറ്റു ചെയ്യുക, 30. വൺസ് പ്ലേസ് വിട്ടിട്ട് എഴുതുക, സെക്കൻഡിനുള്ളിൽ നമുക്ക് സ്ക്വയർ കണ്ടുപിടിക്കാം. ഒന്നും കൂടെ പറയാം.
22ന്റെ സ്ക്വയർ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും നോക്കാമല്ലോ. 22 ആ പറഞ്ഞതനുസരിച്ച് നമുക്ക് നോക്കാം. ആദ്യം ഈ ഡിജിറ്റിന്റെ ഫസ്റ്റ് 2ന്റെ സ്ക്വയർ എഴുതുക. പിന്നെ ഇതിന്റെ 2ന്റെ സ്ക്വയർ എഴുതുക. ഒരു 3 ഡിജിറ്റ് നമ്പർ വരും. 20ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 400 വരുമല്ലോ. പിന്നെ അങ്ങോട്ടുള്ള ഒരു 3 ഡിജിറ്റ് നമ്പർ വരുന്നതുകൊണ്ട് 23 അവിടെ 0 ഇട്ട് കൊടുക്കുക ഇടയ്ക്ക്. എന്നിട്ട് ഇത് മൂന്നും കൂടെ ഇൻറ്റു ചെയ്യുക. 2 2 2 8 ഈ വൺസ് പ്ലേസ് വിട്ടിട്ട് എഴുതുക. എന്നിട്ട് ആഡ് ചെയ്യുക. സിംപ്ലി 484. ഫസ്റ്റ് 2ന്റെ സ്ക്വയർ എഴുതുക 2. 2ന്റെ സ്ക്വയർ 4. നെക്സ്റ്റ് 2ന്റെ സ്ക്വയർ എഴുതുക 4. പിന്നെ ഇത് മൂന്നും കൂടി ഇൻറ്റു ചെയ്യുക. 2 2 2 8 വൺസ് പ്ലേസ് വിട്ടിട്ട് എഴുതുക. അത് ആഡ് ചെയ്യുക. 484. നെക്സ്റ്റ് 26ന്റെ സ്ക്വയർ നോക്കാം. ഫസ്റ്റിൽ എന്ത് വേണം? 6ന്റെ സ്ക്വയർ എഴുതുക. ഫസ്റ്റില് 6ന്റെ സ്ക്വയർ എഴുതുക. പിന്നെ 2ന്റെ സ്ക്വയർ എഴുതുക. പിന്നെ ഇത് മൂന്നും കൂടെ ഇൻറ്റു ചെയ്യുക. 2 2 4 624 വൺസ് പ്ലേസ് വിട്ടിട്ട് എഴുതുക. എന്നിട്ട് ആഡ് ചെയ്യുക. 676. വേറെണ്ണം ചെയ്യാലോ. 33 സ്ക്വയർ. ഫസ്റ്റ് 3യുടെ സ്ക്വയർ എഴുതുക. പിന്നെ 3യുടെ സ്ക്വയർ എഴുതുക. ഇടയ്ക്ക് ഒരു 0 ഇട്ട് കൊടുക്കുക. ഇത് മൂന്നും കൂടെ 18. എന്നിട്ട് വൺസ് പ്ലേസ് വിട്ടിട്ട് എഴുതുക. സിംപ്ലി ആഡ് ദിസ്. സ്ക്വയർ 22ന്റെ സ്ക്വയർ കാണാൻ 2ന്റെ സ്ക്വയർ എഴുതുക. 4. പിന്നെ 2ന്റെ സ്ക്വയർ എഴുതുക. 4 ഇടയ്ക്ക് ഒരു 0 ഇട്ട് കൊടുക്കുക. 3 ഡിജിറ്റ് ആയതുകൊണ്ട്. പിന്നെ അത് മൂന്നും കൂടി ഇൻറ്റു ചെയ്യുക. 2 2 2 2 2 2 ഇൻറ്റു ചെയ്യുമ്പോൾ 8 വൺസ് പ്ലേസ് വിട്ടിട്ട് എഴുതുക. ഇത് ആഡ് ചെയ്യുക. 26ന്റെ സ്ക്വയർ 6ന്റെ സ്ക്വയർ എഴുതുക ഫസ്റ്റില്. പിന്നെ 2ന്റെ സ്ക്വയർ എഴുതുക. പിന്നെ ഇത് മൂന്നും കൂടെ ഇൻറ്റു ചെയ്യുക. 2 2 6 24 എന്നിട്ട് ആഡ് ചെയ്യുക. വൺസ് പ്ലേസ് വിട്ടിട്ട് വേണം എഴുതാൻ. യൂണിറ്റ്സ് പ്ലേസ് വിട്ടിട്ട് അതിന്റെ തൊട്ടിപ്പുറത്തായിട്ട് എഴുതാം. ന്റെ സ്ക്വയർ 3ന്റെ സ്ക്വയർ എഴുതുക. പിന്നെ 3ന്റെ സ്ക്വയർ എഴുതുക. ഇടയ്ക്ക് 0 കൊടുക്കുക. ഇത് മൂന്നും കൂടെ ഇൻറ്റു ചെയ്യുക. എന്നിട്ട് വൺസ് പ്ലേസ് യൂണിറ്റ്സ് പ്ലേസ് വിട്ടിട്ട് എന്നിട്ട് അത് ആഡ് ചെയ്യുക. നെക്സ്റ്റ് 35ന്റെ സ്ക്വയർ നോക്കാമല്ലോ. 5ന്റെ സ്ക്വയർ എടുക്കുക. 25. 3യുടെ സ്ക്വയർ എടുക്കുക. എന്നിട്ട് ഇത് മൂന്നും കൂടെ 5 2 3 30 വരും. യൂണിറ്റ്സ് പ്ലേസ് വിട്ടിട്ട് എഴുതുക. എന്നിട്ട് സിംപ്ലി ആഡ് ദിസ് 1225. നെക്സ്റ്റ് 65ന്റെ സ്ക്വയർ നോക്കാമല്ലോ. 65ന്റെ സ്ക്വയർ ഫസ്റ്റില് 5ന്റെ സ്ക്വയർ എഴുതുക. പിന്നെ 3യുടെ സ്ക്വയർ എഴുതുക. 5ന്റെ സ്ക്വയർ എഴുതാമല്ലോ. 25. പിന്നെ 6ന്റെ എഴുതാമല്ലോ. 36. ഇത് മൂന്നും കൂടെ 2 5 6 60. എന്നിട്ട് സിംപ്ലി ആഡ് ദിസ് യൂണിറ്റ്സ് പ്ലേസ് വിട്ടിട്ട് എഴുതുക. 67ന്റെ സ്ക്വയർ നോക്കാമല്ലോ. എന്ത് ചെയ്യണം? 67ന്റെ സ്ക്വയർ കാണാന് ഫസ്റ്റില് 7ന്റെ സ്ക്വയർ എഴുതുക. പിന്നെ 6ന്റെ സ്ക്വയർ എഴുതുക. 36. പിന്നെ ഇത് മൂന്നും കൂടെ വൺസ് പ്ലേസ് വിട്ടിട്ട് വേണം എഴുതാൻ. എന്നിട്ട് ആഡ് ചെയ്താൽ മതി. 4418. നമുക്കങ്ങനെ ഏത് സ്ക്വയർ കാണുന്നതിനും 100 വരെയുള്ള ഏതിന്റെ സ്ക്വയർ കാണുന്നതിനും പറ്റും. 23 സ്ക്വയർ. 23 സ്ക്വയർ കാണുന്നതിന് എന്ത് വേണം? 23 സ്ക്വയർ എക്സാമ്പിൾ പറയാം. 3 സ്ക്വയർ എഴുതുക. 2 സ്ക്വയർ എഴുതുക. 4 3 ഡിജിറ്റ് ആയതുകൊണ്ട് 0 ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് മൂന്നും കൂടി ഇൻറ്റു ചെയ്യുക.
ചെയ്തിട്ട് യൂണിറ്റ്സ് പ്ലേസ് വിട്ടിട്ട് എഴുതുക, എന്നിട്ട് ആഡ് ചെയ്യുക. 529 is the answer. Next 26 square. ഫസ്റ്റ് 6ന്റെ സ്ക്വയർ എഴുതുക, പിന്നെ 2ന്റെ 6ന്റെ സ്ക്വയർ 36, 2ന്റെ സ്ക്വയർ എത്ര? ഇത് 3 കൂടി ഉണ്ട്, 2ഉം 6ഉം 2ഉം കൂടെ 24. എന്നിട്ട് യൂണിറ്റ്സ് പ്ലേസ് വിട്ടിട്ട് എഴുതുക, അവിടെ എഴുതരുത്, അതിന്റെ ഒരു സ്ഥാനം ഇങ്ങോട്ട് വിട്ടിട്ട്. 676. ഇത് 23ന്റെ സ്ക്വയർ, ആദ്യം 3യുടെ സ്ക്വയർ എഴുതുക, 9, പിന്നെ 2ന്റെ സ്ക്വയർ എഴുതുക, 4. ഇടയ്ക്ക് 3 ഡിജിറ്റ് നമ്പർ വരുന്നതുകൊണ്ട് ഇടയ്ക്ക് 0 ഇട്ടോട്ട്, പിന്നെ ഇത് 3ഉം കൂടി ഇൻറ്റു ചെയ്യുക, 2, 3, 6, 2, 12. വൺസ് പ്ലേസ് യൂണിറ്റ്സ് പ്ലേസ് വിട്ടിട്ട് എഴുതുക, എന്നിട്ട് ആഡ് ചെയ്യുക 529. നെക്സ്റ്റ് 26ന്റെ സ്ക്വയർ നോക്കാമല്ലോ. ഫസ്റ്റില് 6ന്റെ സ്ക്വയർ എഴുതുക, പിന്നെ 2ന്റെ സ്ക്വയർ എഴുതുക, 0 കൊടുക്കണ്ട, അവിടെ 3 ഡിജിറ്റ് നമ്പർ വരുന്നുണ്ട്. ഇനി ഇത് 3 കൂടി ഇൻറ്റു ചെയ്യുക, 2, 3, 4, 6, 24. വൺസ് പ്ലേസ് വിട്ടിട്ട് എഴുതുക, ഒരു സ്ഥാനം ഇങ്ങോട്ട് വിട്ടിട്ട് ആഡ് ചെയ്യുക. 28ന്റെ സ്ക്വയർ നോക്കാമല്ലോ. 28ന്റെ സ്ക്വയർ കാണാമല്ലോ. 8 സ്ക്വയർ എഴുതുക, 2 സ്ക്വയർ എഴുതുക. 8ൻ്റെത് 64, 2ന്റെ സ്ക്വയർ 4. ഇത് 3ഉം കൂടി ഉണ്ട്, 2ഉം 2ഉം 8, 32. വൺസ് പ്ലേസ് വിട്ടിട്ട് എഴുതുക. 784. 19ന്റെ സ്ക്വയർ നോക്കാമല്ലോ. 19ന്റെ സ്ക്വയർ ആദ്യം 9ന്റെ സ്ക്വയർ എഴുതുക, പിന്നെ 1ന്റെ സ്ക്വയർ എഴുതുക. 9ന്റെ സ്ക്വയർ എഴുതുക 81, പിന്നെ 1ന്റെ സ്ക്വയർ എഴുതുക 1. ഇവിടെ 0 കൊടുക്കണ്ട, 3 ഡിജിറ്റ് നമ്പർ വരുന്നു. 2ഉം 9ഉം 1ഉം കൂടി 18. അത് വൺസ് പ്ലേസ് വിട്ടിട്ട് എഴുതുക, ആഡ് ചെയ്യുക. 75ന്റെ സ്ക്വയർ നോക്കാമല്ലോ. ആദ്യം 5ന്റെ, പിന്നെ 7. ആദ്യം 5ന്റെ സ്ക്വയർ എഴുതുക, 25. പിന്നെ 7ന്റെ സ്ക്വയർ എഴുതുക, 49, 70. വൺസ് പ്ലേസ് വിട്ടിട്ട് എഴുതണം, എന്നിട്ട് ആഡ് ചെയ്താൽ മതി. പെട്ടെന്ന്. ഇനി 89ന്റെ സ്ക്വയർ നോക്കാമല്ലോ. 89ന്റെ സ്ക്വയർ അതിനെന്താ ചെയ്യണ്ടേ? ഫസ്റ്റ് 9ന്റെ സ്ക്വയർ എഴുതുക, പിന്നെ 8ന്റെ സ്ക്വയർ എഴുതുക. 9ന്റെ സ്ക്വയർ 81, പിന്നെ 64, 8ന്റെ 144. ആ 1, 12. Next 32ന്റെ സ്ക്വയർ കാണാമല്ലോ. ആദ്യം 2ന്റെ, പിന്നെ 3ന്റെ. 2ന്റെ സ്ക്വയർ 4, 3ന്റെ സ്ക്വയർ 9. ഇടയ്ക്ക് 0 കൊടുക്കുക, 12. ഇത് 3ഉം കൂടി ഇൻറ്റു ചെയ്യുക, 4, 2. അതാണ് 32ന്റെ സ്ക്വയർ. 39ന്റെ സ്ക്വയർ നോക്കാമല്ലോ. 9ന്റെ സ്ക്വയർ 81, 3ന്റെ സ്ക്വയർ 9. ഇത് 3ഉം കൂടെ. പിന്നെ
എളുപ്പ രീതിയിൽ സ്ക്വയർ കാണാൻ നമുക്ക് ഇങ്ങനെ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് വേറൊരു ഇത് ഇത്രയും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ഒരു സംഖ്യ 25 വെച്ച് ഇൻറ്റു ചെയ്യണമെങ്കിൽ സ്പീഡിൽ ചെയ്യാൻ ഇൻറ്റു ചെയ്ത് നോക്കാതെ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി നമ്മൾ സാധാരണ ഇങ്ങനെ ചെയ്യുന്ന പോലെ തന്നെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. 25 5s are എത്രയാണ്? 125. റിമൈൻഡർ അവിടെ 125 5 എഴുതി ബാക്കി 12 ഇട്ടു. 25 2s are 50. 50ന്റെ കൂടെ 12 കൂടെ ആ റിമൈൻഡർ കൂട്ടി. അപ്പൊ 62. 62ന് 2 എഴുതി. പിന്നെ 6 അവിടെ 25 1s are 25 6 31. ചെയ്ത് നോക്കാമല്ലോ ശരിയാണെന്ന് വെരിഫൈ ചെയ്യാം. കറക്റ്റ്. വേറെ ഒരു സംഖ്യ നോക്കാമല്ലോ. $25 5s are 125. ഇതിന് 125ലെ 5 ഇട്ടു, ബാക്കി 12 ഇവിടെ വെച്ചു. 25 3s are 75. 75ഉം ആ റിമൈൻഡറും കൂടെ ആഡ് ചെയ്തു. 87ന് 7 ഇട്ടു, 8 അവിടെ വെച്ചു. 25 2s are 50. 50ഉം 8ഉം കൂടെ വരുമ്പോൾ 58. പിന്നെ 58ലെ 8 ഇട്ടു, 5 അവിടെ വെച്ചു റിമൈൻഡർ. 25 1s are 25ഉം 5ഉം. സാധാരണ ഇൻറ്റു ചെയ്യുന്ന പോലെ വേറൊരു പ്രോബ്ലം നോക്കാം. 1 2 3 4 ഇൻറ്റു 11. 11 4s are 44. 44ൽ 4 എഴുതി. 44ലെ 4 എഴുതി. 4 റിമൈൻഡർ അവിടെ വെച്ചു. 11 3s are 33. ഈ 4 റിമൈൻഡറും കൂടെ കൂട്ടി 37. പിന്നെ അവിടെ 3 റിമൈൻഡർ വെച്ചു. 11 2s are 22. ഈ റിമൈൻഡർ കൂട്ടി 22 3 25. പിന്നെ റിമൈൻഡർ 2 അവിടെ വെച്ചു. 11 1s are 11. അതും 2 കൂടെ കൂട്ടുമ്പോൾ പറയും. കൂടി നോക്കാം. ഇത് നമ്മൾ മൊത്തത്തിൽ അങ്ങ് ഇൻറ്റു ചെയ്താൽ 11ന്റെ ടേബിൾ എല്ലാവർക്കും അറിയുന്നതാണ്. 11 1s are 11. 11 2s are 22. 11 3s are 33. അങ്ങനെ അതെല്ലാവർക്കും അറിയാവുന്നതാണ്. സിമ്പിളാണ് ടേബിൾ. 11 വെച്ച് ഇൻറ്റു ചെയ്യണമെങ്കിൽ ഫസ്റ്റിൽ 11 5 55ന്റെ 5 ഇവിടെ എഴുതി. 5 റിമൈൻഡർ അവിടെ വെച്ചു. 11 4s are 44ഉം ഈ 5ഉം കൂടെ കൂട്ടി 49 അവിടെ എഴുതി. 4 അവിടെ വെച്ച് റിമൈൻഡർ. 49ലെ 9 എഴുതി. 4 അവിടെ വെച്ചു. 11 7s are 77. 77ഉം 4ഉം കൂടെ 81. ഇതിൽ 8 അവിടെ വെച്ചു. 1 എഴുതി. 11 6s are 66ഉം 8. 66ഉം 8 74.
ഇതാണ് ഉത്തരം. ചെയ്ത് നോക്കാതെ തന്നെ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ്. 7, 4, 8, 1 into 11. 11 ones are 11. 11ലെ 1 അവിടെ വെച്ചു, 1 എഴുതി. 11 8s are 88. 88ഉം ഈ 1ഉം കൂടെ കൂട്ടി 89 മീൻ റേറ്റ് അവിടെ വെച്ചു. 89ൽ 9 ഇവിടെ എഴുതി, 8 അവിടെ വെച്ചു. 11 4s are 44. 44ഉം 8ഉം 52. 52ൽ 2 എഴുതി, 5 അവിടെ വെച്ചു. 11 7s are 77. 77ഉം 5ഉം കൂടെ റിമൈൻഡറും കൂടെ കൂട്ടി, അപ്പോൾ 82 ആണ് ആൻസർ. നെക്സ്റ്റ് 12 വരെയുള്ള ടേബിള്, മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എല്ലാവർക്കും അറിയായിരിക്കും. 25 26 into 12. 12 നമുക്കിപ്പോൾ 11 24 ഒക്കെ ചെയ്ത പോലെ ചെയ്യാം. 12 6 are 72. Remainder 7. 12 2s are 24ഉം 7ഉം 31. 31 3 അവിടെ ഇട്ടു. 12 5s are 60. 16 3ഉം കൂടെ 3 എഴുതി, 6 അവിടെ ഇട്ടു. 12 2s are 24. 24ഉം 6ഉം 30. നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ കഴിയുന്നതാണ്. 12 6 are 72. റിമൈൻഡർ 7 അവിടെ ഇട്ടു. 72ൽ 2 എഴുതി. 12 2s are 24ഉം 7ഉം കൂടെ കൂട്ടുമ്പോൾ 31. ഇതിൽ 31ൽ 1 എഴുതി, 3 അവിടെ റിമൈൻഡർ ഇട്ടു. 12 5s are 60. 16 3ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ 63ൽ 3 അവിടെ ഇട്ടു. 63 നമുക്ക് 63 ആയിട്ട് 63 3 ഇട്ടു. 3 അവിടെ എഴുതി, 6 റിമൈൻഡർ അവിടെ ഇട്ടു. 12 2s are 24. 24ഉം 6 റിമൈൻഡറും കൂടെ കൂട്ടുമ്പോൾ 30. പെട്ടെന്ന് തന്നെ കിട്ടിയല്ലോ, 30,312. നെക്സ്റ്റ് 6 7 4 2 into 11. 11 നോക്കാം. ഏതായാലും അങ്ങനെ ചെയ്യാൻ പറ്റും. ടേബിൾ 20 വരെയുള്ള ടേബിൾ പഠിച്ചാൽ മതി, ബൈ ഹാർട്ട് ആക്കിയാൽ മതി. മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ 11 2s are 22. 22ന് 2 എഴുതി, 2 അവിടെ വെച്ചു. 11 4s are 44ഉം 2 കൂടെ കൂട്ടുമ്പോൾ 46. 46ന് 6 എഴുതി, 4 അവിടെ റിമൈൻഡർ വെച്ചു. 11 7s are 77. 77ഉം 4ഉം 81. 81ന് 1 അവിടെ എഴുതി, 8 അവിടെ വെച്ചു. 11 6 are 66. 66ഉം ആ റിമൈൻഡറോടെ കൂട്ടും. ഇതാണ് നമ്മുടെ ആൻസർ. 11 2s are 22. റിമൈൻഡർ 2 അവിടെ വെച്ചു, 2 എഴുതി. 11 4s are 44. 44ന് 4. 11 2s are 22. 2 അവിടെ ഇട്ടു, 2 അവിടെ വെച്ചു. 11 4s are 44. ഈ റിമൈൻഡർ 2 കൂടെ കൂട്ടുമ്പോൾ 46. 46ന് 6 എഴുതി, 4 അവിടെ വെച്ചു. 11 7s are 77. 77ന് 4ഉം കൂടെ 81. 81ന് 1 അവിടെ ഇട്ടു, 8 ഇവിടെ റിമൈൻഡർ ആയിട്ട് എഴുതി. 11 6 are 66. ആ റിമൈൻഡർ ആയിട്ട് കൂടെ കൂട്ടുമ്പോൾ 74. Next question. 4,325 into 12. നോക്കാലോ. 12 5s are 60. 60ക്ക് 0 എഴുതി, റിമൈൻഡർ അവിടെ ഇട്ടു. 12 2s are 24ഉം 6ഉം കൂടെ കൂട്ടുമ്പോൾ 24 6 കൂടെ കൂട്ടുമ്പോൾ 30. 30ക്ക് 0 അവിടെ ഇട്ടു, 3 റിമൈൻഡർ അവിടെ വെച്ചു. 12 3s are 36ഉം 3ഉം കൂടെ കൂട്ടി, അപ്പോൾ 39 ഇവിടെ എഴുതി, 9 അവിടെ എഴുതി, 3 അവിടെ റിമൈൻഡർ വെച്ചു. 12 4s are 48. 48ഉം 3ഉം കൂടെ ആഡ് ചെയ്താൽ 20 വരെയുള്ള 20 അല്ല 19 വരെയുള്ള മൾട്ടിപ്ലിക്കേഷൻ
ടേബിള് ബൈഹാർട്ട് ആക്കിയാൽ മതി. ഇതുപോലുള്ള കണക്കുകൾ സ്പീഡിൽ ചെയ്യാൻ പറ്റും. ചെയ്യുന്ന മെത്തേഡ് ഇങ്ങനെ തന്നെ മൊത്തം ഇൻറ്റ് ചെയ്ത് കൂടുതൽ സമയം കളയണ്ട. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ യൂട്യൂബ് ചാനൽ. താങ്ക് യു വെരി മച്ച്.